വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, എന്താണ് മിറാജ് ബ്രോ സെൻറ്ററിൽ നിൽക്കാത്തത്, എന്താണ് ഈ സൈഡിൽ പോയി നിൽക്കുന്നത്, ഇതെന്താ സംഭവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിന് കാരണം, ഞാൻ പണ്ട് ഓൾഡ് ട്രാഫോർഡ് വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഫ്രെയിം വാങ്ങണ്ടായി. ആ ഫ്രെയിമാണ് ഈ കാണുന്നത്. സോ അതിൽ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ലെജൻസിൻ്റെയും പേരും അതേപോലെ തന്നെ ഒരു ഐക്കണും ഇവിടെ ഉണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഡേവിഡ് ഡെഹേയ വരെ ഉണ്ട്. റൊണാൾഡോ ഉണ്ട്, കാന്റോണി ഉണ്ട്, ക്രോയ്ക്കിൻ ഉണ്ട്, ജോർജ് ബെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ അലക്സ് ഫെർഗൂസൺ ഉണ്ട്, സർ അലക്സ് ഫെർഗൂസൺ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ ഇന്നലത്തെ കളി കഴിഞ്ഞോട് കൂടിയിട്ട് ചിലപ്പോൾ ഒരാളുടെ പേരും കൂടി നമ്മൾ എഴുതി ചേർക്കേണ്ടി വരും ഇതിലോട്ട്. അയാളെ കുറിച്ച് ഞാൻ പറയാം, പക്ഷെ അതിന് മുമ്പ് എനിക്ക് മാച്ചിനെ കുറിച്ച് പറയാനുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 ബ്രൈറ്റൺ 0. ഒരു ആധികാരിക പെർഫോമൻസ്, ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഉള്ള കാര്യം ഞാൻ ഓപ്പൺ പറയാം. എൻ്റെ പ്രഡിക്ഷൻ ഒരു ഡ്രോ ആയിരുന്നു, ഒരു 2-2, 1-1, 2-2 ഡ്രോ ആയിരുന്നു. കാരണം നമുക്കറിയാം ബ്രൈറ്റൺ ഈസ് എ മച്ച് ബെറ്റർ ടീം. അവർക്ക് ഈ കളി ജയിച്ചാൽ മാത്രമാണ് യൂറോപ്യൻ സ്പോട്ടിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ കൺഫേം ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പം മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന യൂറോപ്യൻ സ്പോട്ട് എടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വരുന്ന ബ്രൈറ്റനാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ സെസ്കോ ഇഞ്ചോർഡ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ ടീം അങ്ങനെ മിഡ്ഫീൽഡൊന്നും വലിയ സെറ്റല്ല, കസ്റ്റമറോ കളിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിത് ചിന്തിച്ചത് സേഫ് ആവും എന്നുള്ളതാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തൊരു സംഭവം, 90 മിനിറ്റ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ബ്രൈറ്റൺ കളിച്ചിട്ട് അവർക്കൊരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് എടുക്കാൻ പറ്റിയുള്ളൂ എന്നുള്ളതാണ്. 1-2 എന്നെ ശരിക്കും അതിശയിപ്പിച്ചൊരു സംഭവമാണ്. സോ മൈക്കിൾ കാരിക്കിന് ചിലപ്പോൾ പണി അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് കൺവിൻസിംഗ് ആയിട്ട് ഇനിയും കാണണം, അത് വേറെ വിഷയം. പക്ഷേ ഹീ ക്യാൻ പ്ലേ എസ് ഓർ ഹീ ക്യാൻ മേക്ക് എസ് പ്ലേ അറ്റാക്കിംഗ് ഫുട്ബോൾ. ആൻഡ് അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സെൻറ്റർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ, അതും ഇപ്പോൾ കറൻ്റ്ലി ദ ബെസ്റ്റ് നമ്പർ 10 ഇൻ ദ വേൾഡിനെ പറയാതിരിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരു ജിന്ന് ഞങ്ങളുടെ ടീമിലുണ്ട്. ആ ജിന്നാണ് ഇപ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദ സീസൺ. എൻ്റെ പേഴ്സണലി പ്ലെയർ ഓഫ് ദ സീസൺ എന്നുള്ളത് ഞാൻ എടുത്ത് പറയുകയാണ്. കാരണം ആഴ്സണൽ ട്രോഫി എടുക്കുന്നു, കൺഗ്രാറ്റ്സ് ടു ദം, നിങ്ങളുടെ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ആണ്. അതേപോലെ തന്നെ പല സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നു. പെപ്പ് വിടുന്നു, ബെർണാർഡോ സിൽവ വിടുന്നു, മച്ച് അപ്രീഷിയേഷൻ ടു ദം പോകുന്നതിലും കാര്യങ്ങളൊക്കെ. പക്ഷേ എവിടെ തിരിഞ്ഞാലും ബ്രൂണോ എന്നൊരാളുടെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത്, ദ ന്യൂ അസിസ്റ്റ് മേക്കർ. ബ്രൂണോനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും താഴെ ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കോമെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു ദ ചാനൽ മടിക്കാതെ. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് ആഘോഷരാവാണ്. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. വെസ്റ്റ് ഹാം റെലിഗേറ്റ് ചെയ്തതോടുകൂടി മാത്യൂസ് ഫെർണാണ്ടസിൻ്റെ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ളൊരു പുള്ള് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് മാച്ച് റിയാക്ഷനെ കുറിച്ച് പറയാം. എന്തായാലും കുറച്ച് പേരുകളുണ്ട്. ഞാൻ ആദ്യം തന്നെ ബെസ്റ്റ് ആയിട്ട് കളിച്ച കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അതിലെടുത്ത് പറയേണ്ട ഒരു പേരാണ് കോബി മേനു എഗെയിൻസ്റ്റ് ബ്രൈറ്റൺ മിഡ്ഫീൽഡ് ശരിക്കും കൺട്രോൾ ചെയ്ത് കളിച്ചു എന്ന് എനിക്ക് തോന്നി. ഇനീഷ്യലി 15 മിനിറ്റ്സിൽ പലവട്ടം പന്ത് 2 വട്ടം കളഞ്ഞെങ്കിലും ഗ്രാജുവലി മൂപ്പര് ഒന്ന് കളിയിലോട്ട് ഇറങ്ങി വന്ന് ബെറ്ററായിട്ട് പെർഫോം ചെയ്തു. പിന്നെ പറയേണ്ട പേര് ലാമൻസ് ആണ്. ലാമൻസ് ഈസ് എ അൾട്ടിമേറ്റ് സൈനിങ് ഓഫ് ദ സീസൺ. എനിക്കറിയാം, നമ്മൾ അത്ലറ്റിക്കിൻ്റെ പുതിയ റിപ്പോർട്ട് കണ്ടു, അവരും പിക്ക് ചെയ്തുള്ള ലാമൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലി ഹീ ഈസ് മൈ സൈനിങ് ഓഫ് ദ സീസൺ ഇൻ പ്രീമിയർ ലീഗ്. ആ പൈസയ്ക്ക് അപ്പോൾ മൂപ്പര് അടിപൊളി കളിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ കുറച്ച് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, അമാദിനെടുത്ത് പറയണം. അമാദിന് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് കൊടുത്തൊരു കളിയായിരുന്നു എനിക്ക് തോന്നി. കാരണം അമാദ് ഇതിന് മുമ്പുള്ള കളികളിലൊക്കെ പലപ്പോഴും ഷൂട്ട് ചെയ്യാൻ മടിക്കുന്നതും അതേപോലെ തന്നെ ക്രോസ് ചെയ്യാൻ മടിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കളി വന്നപ്പോൾ ഹീ വാസ് ഫിയർലെസ്. പഴയ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫിയർലെസ് അമാദിന് നമുക്ക് കാണാൻ പറ്റി. ടേക്ക് ഓൺ ചെയ്യുന്നു ഡിഫൻഡേഴ്സിനെ. ആ രണ്ടാമത്തെ ഗോൾ, എൻ്റെ പൊന്നു മക്കളെ, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ അറ്റ് ബെസ്റ്റ്. എംബൂമ അടിച്ച് രണ്ടാമത്തെ ഗോൾ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്താണ് ഫീലായത് ആ ഒരു ഗോൾ കണ്ടതിൽ? ദാറ്റ് വാസ് എ ടീം ഗോൾ, വണ്ടർഫുള്ളി ക്രിയേറ്റഡ് ടീം ഗോൾ. അതിൽ തന്നെ മേസൺ മൗണ്ടിനെ എടുത്ത് പറയാനുണ്ട്. ദാറ്റ് വൺ ടച്ച് പാസ് ബിറ്റ്വീൻ അമാദ് ആൻഡ് മേസൺ മൗണ്ട്, ബ്യൂട്ടിഫുൾ. എംബൂമയ്ക്കൊരു ടാപ്പിൻ. അത് ബ്രൈറ്റൻ്റെ കാണികൾ ശരിക്ക് അവർ ബാക്കിലിരുന്ന് കാണുന്നുണ്ട്. ബ്രൈറ്റൻ്റെ ഓഡിയൻസ് അവരിങ്ങനെ നിൽക്കുന്നൊരു മൊമെൻറ്റ് ഞാൻ ചില ആൾക്കാരുടെ മുഖത്ത് കണ്ടു. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ ഗോളടിക്കുക, ഇതൊക്കെ എപ്പോൾ എങ്ങനെയെന്നുള്ളത് ആലോചിക്കുന്നവർ ഞാൻ തന്നെ ആലോചിച്ച അങ്ങനെ ഒരു കിടിലൻ ഗോള്. അതിനുശേഷം മൂന്നാമത്തെ ഗോൾ നമ്മുടെ ജിന്ന് ബ്രൂണോ ഫെർണാണ്ടസ് അടിച്ച് കയറ്റുന്നു.
പിന്നെ എനിക്ക് പറയാനുള്ളൊരു പേര് ലൂക്ക് ഷോ ആയിരുന്നു. ലൂക്ക് ഷോ ഡീസൻ്റായിട്ട് കളിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നന്നായി കളിച്ചൊരു പ്ലെയർ ആയിരുന്നു ഡോർഗുവിനെ പലവട്ടം പല ആൾക്കാരും കുറ്റം പറയാറുണ്ട്. എന്തിനാണ് ഇവനെ കളിപ്പിക്കുന്നത്, ഫിറ്റല്ല, ഇവന് കളിക്കാൻ തോന്നാത്ത പോലെ കളിക്കുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പറഞ്ഞുള്ളതാണ്, ഡോർഗു ഈസ് എ വെരി യങ് പ്ലെയർ. സമയം കൊടുത്താൽ ഹീ ക്യാൻ ഡെവലപ്പ്. ആൻഡ് ഇതിലൊരു ബുള്ളറ്റ് ഹെഡറും ഒരു അസിസ്റ്റും കൂടിയാണ് ഡോർഗുവിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട പേര് ഡീസൻ്റായിട്ട് കളിച്ച ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്രാവി ഡീസൻ്റായിട്ട് കളിച്ചു. അതേപോലെ തന്നെ എംബൂമോ വാസ് ഡീസൻറ്റ്. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഡീസൻ്റായിട്ട് കളിച്ചു. പിന്നെ എനിക്ക് ഇന്നലത്തെ മാച്ചിൽ സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് സീസണിലോട്ട് പോകുമ്പോൾ ഈ പ്ലെയർ നമ്മുടെ ടീമിൽ ചിലപ്പോൾ സെറ്റ് ആവില്ല എന്ന് തോന്നുന്നൊരു പ്ലെയർ നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് പ്ലെയറാണ്. അത് മെഗ്വയറാണ്. മെഗ്വയർ ഈ ഫോർവേഡ് ദ ബാക്ക് ഡിഫൻസിൽ ഇങ്ങനത്തെ ഒരു ടീമിനെതിരെ പലപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. മാർട്ടിനസിനെ എടുത്ത് പറയണം, കാരണം മാർട്ടിനസും ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ മാർട്ടിനസിൻ്റെ കൂടെ കളിച്ച മെഗ്വയറിന് കുറച്ചൊന്ന് ഡിസ്റ്റർബിംഗ് ആണ്, അല്ലെങ്കിൽ മൂപ്പർക്ക് ഓൺ ദ ബോൾ എബിലിറ്റി തീരെ കാണിക്കാൻ പറ്റുന്നില്ല എന്നെനിക്ക് കളി കണ്ടപ്പോൾ മനസ്സിലായി. സോ വി നീഡ് ഡിലീറ്റ് ബാക്ക്, അല്ലെങ്കിൽ ഒരു സെൻറ്റർ ബാക്ക് എന്തായാലും സൈനിങ് ചെയ്യേണ്ടി വരും. കാരണം ഐ ആം നോട്ട് കോൺഫിഡൻറ്റ് ഓൺ മെഗ്വയർ. എനിക്കെതിരെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യാം. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പലരുടെയും കണ്ണീരുകൾ വീണൊരു മൊമെൻ്റായിരുന്നു ആ ഫസ്റ്റ് ഗോൾ. ആ ഫസ്റ്റ് ഗോൾ വരുത്തി വെച്ചത് നൺ അതർ ദാൻ ദി പോർച്ചുഗീസ് മാഗ്നിഫിക്കോ, അവർ എൽ കപ്പിത്താനോ ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ മിഗ്വേൽ ഫെർണാണ്ടസ്. അതായത് ഞാനിത് പറഞ്ഞേക്കാട്ടും എനിക്കൊരു സംഭവം ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. സംഭവം എന്താ വെച്ചാൽ, ഞാനിത് പറയുമ്പോൾ ഈ ഒരു ജേഴ്സി ഇട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഈ ഒരു ചെങ്ങായി മാത്രമാണ് നമ്മുടെ ക്ലബിലെ വേൾഡ് ക്ലാസ് പ്ലെയർ. വേൾഡ് ക്ലാസ് പ്ലെയർ, ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദ പ്രീമിയർ ലീഗ്, ദ ബെസ്റ്റ് നമ്പർ 10 ഇൻ ദ വേൾഡ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടുള്ളത്. ഇത് എൻ്റെ പണ്ടത്തെ ബ്രൂണോ ഫെർണാണ്ടസ് ജേഴ്സിയാണ്. അതായത് ബ്രൂണോ വന്ന സമയത്ത് ഞാൻ മേടിച്ച ജേഴ്സിയാണ്. ഒരു പ്ലെയർ നമ്മുടെ ക്ലബിലോട്ട് വരുമ്പോൾ അറിയാം ഈവൻ നമ്മുടെ ക്ലബിനെ അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരുത്തനാണെന്നുള്ളത്. അങ്ങനത്തെ ഒരുത്തനാണ് ഇതാ ഈ കിടക്കുന്ന സാധനം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഇല്ലെങ്കിൽ, ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മനസ്സിലാവും, ഫാൻസിന് മനസ്സിലാവും, അല്ലാത്ത ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ ടീമിൽ ഒരൊറ്റ വേൾഡ് ക്ലാസ് പ്ലെയർ ഉള്ളൂ, അത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. കെവിൻ ഡിബ്രോയിനും തെറി ഹെൻഡ്രിക്ക് അസിസ്റ്റുകൾ വാരി കൂട്ടുമ്പോൾ അവരുടെ കൂടെ കളിച്ച ആൾക്കാരുടെ ലെവൽ അത് വേറെ ലെവലായിരുന്നു. ഇന്ന് നമ്മുടെ സ്ട്രൈക്കർ ഹോയിലൻഡ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. ഈ സീസണിൽ പുതിയ പയ്യൻ സെസ്കോ എംബൂമൊക്കെയാണ്. അപ്പോൾ ഒരു 11 കളിക്കാരിൽ 10 കളിക്കാരും വേൾഡ് ക്ലാസ് അല്ലാതെ ഒരൊറ്റ വേൾഡ് ക്ലാസ് പ്ലെയർ മാത്രം കളിക്കുന്നൊരു ടീമിലാണ് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന മനുഷ്യൻ 21 അസിസ്റ്റ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അത് ചില്ലറ കാര്യമാണെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹേറ്റഡ് മാറ്റി വയ്ക്കുക, എന്നിട്ട് ഫുട്ബോൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ കാണൽ നിർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ദിസ് ഗായ് ഈസ് എ മാവറിക്, ഹീസ് എ മജീഷ്യൻ. അത് കെവിൻ ഡിബ്രോയിനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോയി കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. ബിക്കോസ് ഹീ കോൾഡ് ഹിം ദ നമ്പർ 1 ക്രിയേറ്റീവ് മെഷീൻ, ബ്രൂണോ മിഗ്വേൽ ഫെർണാണ്ടസ്. ഞാൻ വാഴ്ത്തിപ്പാടും, ഞാൻ ബ്രൂണോ ഫെർണാണ്ടസിനെ വാഴ്ത്തിപ്പാടും. കാരണം ഞാനിവിടെ നേരത്തെ ഫ്രെയിമിനടുത്ത് നിന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു പേരുണ്ട്, ഒരു പേരിലേക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നുള്ളത്. ആ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു പേരാണ് എൻ്റെ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ്. ഇനിയോസ് കഴിഞ്ഞ സീസണിൽ വിൽക്കാൻ നോക്കിയ പ്ലെയറാണ്, അതും കൂടി മനസ്സിലാക്കണം. 700K 800K സൗദിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. നീ ഇങ്ങോട്ട് പോരെ മോനെ, ഇൻഷാ അല്ലാഹ് അണക്കാൻ 1000 കോടി തരാം, 10,000 കോടി തരാമെന്ന് പറഞ്ഞു. ബ്രൂണോ പറഞ്ഞു പറ്റൂല, എനിക്കൊരൊറ്റ തന്തേ ഉള്ളൂ, ഒരൊറ്റ ക്ലബ്ബേ ഉള്ളൂ എന്ന് പറഞ്ഞു അന്ന്. ആ ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അതിൽ നിന്നുകൊണ്ടാണ്, അവിടെ നിന്ന് കയറി വന്നുകൊണ്ടാണ് മൂപ്പര് 21 അസിസ്റ്റ് നേടിയത്. സോ ഹാറ്റ്സ് ഓഫ് ടു ദ നമ്പർ 1 ക്രിയേറ്റർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ, ദ നമ്പർ 1 ക്രിയേറ്റീവ് മെഷീൻ, ഞങ്ങളുടെ ജിന്ന്, ഞങ്ങളുടെ ബ്രൂണോ മിഗ്വേൽ ഫെർണാണ്ടസ്, ദ പോർച്ചുഗീസ് മാഗ്നിഫിക്കോ. കരയേണ്ടവർക്കൊക്കെ കരയാം, കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടവരൊക്കെ പ്രയോഗിക്കാം. കാരണം ഞങ്ങൾ ബോട്ടിൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്നാൽ അതിൽ നിറച്ചു ഞങ്ങൾ കുടിച്ചോളാം, ഒരു കുഴപ്പമില്ല. കാരണം യു ഹാവ് ടു അഡ്മിറ്റ് ഹീസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ലീഗ്. വാഴ്ത്തിപ്പാടും, കുറച്ച് ഓവറാണെങ്കിൽ സഹിക്കാമെന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഞാൻ വാഴ്ത്തിപ്പാടും. കാരണം ഒരു ബ്രോക്കൺ ടീമിൽ മൂപ്പർക്ക് 21 അസിസ്റ്റ് നേടാൻ പറ്റുമെങ്കിൽ ഒരു ബ്രോക്കൺ അല്ലാത്ത ടീമിൽ മൂപ്പർ എത്ര അസിസ്റ്റ് നേടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മതി. സോ ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്രൂണോ ഫെർണാണ്ടസ്. ഇതിവിടെ പറയാതെ ഞാൻ ഈ മാച്ച് റേഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിനോടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച ലെജൻസിനോടും ഞാൻ ചെയ്തൊരു അനീതിയായിരിക്കും. മേ ബി ചില ആൾക്കാർക്ക് മൂപ്പർ ലെജൻഡ് ആയിരിക്കില്ല, പക്ഷേ എനിക്ക് ഇൻ മോഡേൺ എറ ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് എ ലെജൻഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാച്ചിലോട് വന്നു കഴിഞ്ഞാൽ കാരിക്
എഗെയിൻ സംടൈംസ് പ്രൂവിങ് മീ റോങ്. ഞാൻ ക്യാരിക്കിന് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. കാരണം നമുക്കറിയാം ഈ സീസണിൽ തന്നെ പലവട്ടം ക്യാരിക്കിൻ്റെ ഫുട്ബോൾ നമുക്ക് കണ്ട് മടുത്ത ആൾക്കാരാണ്. കാരണം ഒരു അറ്റാക്കിംഗ് പാറ്റേണും ഇല്ല, ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. ലൈക്ക് എന്തൊക്കെയോ കാണിച്ചു കൂടി കളി ജയിക്കുന്നു എന്നുള്ളതായിരുന്നു നമുക്കുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കളിയിലോട്ട് വരുമ്പോൾ ഐ ഹാവ് സം പോസിറ്റീവ് ഹോപ്പ്. കാരണം ഈ ഹോപ്പ് പറയാൻ കാരണം എന്താണെന്നറിയോ? കസമറും ഇല്ലാത്തൊരു മിഡ്ഫീൽഡിൽ മെയിനും മൗണ്ടിനെയും കളിപ്പിക്കാൻ ഗട്ട്സ് വേണം. അങ്ങനെ കളിപ്പിച്ചുകൊണ്ട് ആ ടീമിനെ ബെറ്റർ ആക്കാൻ ഗട്ട്സ് വേണം. അത് ക്യാരിക്കിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് I think if we can get three good midfielders, we will cook next season എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പണ്ടാരടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യും. കാരണം ഐ എം സോ ഹാപ്പി, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് മൊമെൻറ്റ്. ബിക്കോസ് കുറേ കാലമായിട്ട് പറഞ്ഞിരുന്നു കുറേ ആൾക്കാർ ഒരു പ്രീമിയർ ലീഗ് റെക്കോർഡ് അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് അസിസ്റ്റ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല, അതിലൊരു കേഴ്സ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ ആർക്കും പറ്റില്ല പറഞ്ഞിരുന്നു. 34 വർഷമായി പ്രീമിയർ ലീഗ് തുടങ്ങിയിട്ട് 5000-ൽ പരം കളിക്കാരോടൊന്ന് കളിച്ചു പോയി. പക്ഷെ ഒരൊറ്റ മനുഷ്യന് മാത്രമേ ആ 21ാമത്തെ അസിസ്റ്റ് നേടാൻ പറ്റിയിട്ടുള്ളൂ. അയാളുടെ പേര് ബ്രൂണോ മിഗ്വൽ ഫെർണാണ്ടസ് ഫ്രം പോർച്ചുഗൽ എന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഫൈനൽ മാച്ച് റിയാക്ഷൻ ഓഫ് 2026 or 2025-26 സീസൺ. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും കോമെൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ. ഇനി അങ്ങോട്ട് ട്രാൻസ്ഫർ ന്യൂസുകളാണ്, ട്രാൻസ്ഫർ മേളങ്ങളാണ്, ട്രാൻസ്ഫർ പൊങ്കാലകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സീ യു മൈ ക്യാപ്റ്റൻ.